ആണും പെണ്ണും തമ്മിലുള്ള വ്യത്യാസവും ലൈംഗികതയും എല്ലാം പറഞ്ഞപ്പോൾ ഐസൂട്ടിക്കൊരു സംശയം, ഇതൊക്കെ ചെയ്യാനാണോ പറയുന്നത്? ഒരിക്കലും അല്ല, അങ്ങനെയല്ല പറയുന്നത് എന്നുള്ളത് അത് കേൾക്കുന്ന ആർക്കും മനസ്സിലാവും. അതുകൊണ്ടാണ് പ്രോഗ്രാമിൽ തന്നെ പറഞ്ഞത് ഇതൊക്കെ ബയോളജിയാണ്, ഇങ്ങനെയൊക്കെ സംഭവിക്കും, ഇങ്ങനെയൊക്കെയുള്ള ശാരീരികമായ വ്യത്യാസങ്ങൾ ഉണ്ടാവും, ബ്രെയിൻ ആക്ടിവേഷൻ നടക്കും എന്ന് വെച്ച് ഇതൊന്നും ചെയ്യാമെന്നല്ല. അതുകൊണ്ടാണ് പറഞ്ഞത് നഗ്ന ശരീരത്തോടുകൂടി പൂർണ്ണ നഗ്നയായ ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ പോലും അവിടേക്ക് നോക്കാൻ പോലും പാടില്ല എന്നുള്ളതാണ് ആ പ്രോഗ്രാമിൽ പോലും ആവർത്തിച്ച് പറഞ്ഞത്. ഇതൊന്നും മനസ്സിലാക്കാൻ ഐസൂട്ടിക്ക് പറ്റാത്ത എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഐസൂട്ടി ഇത്രയും കാലം വാദിച്ചതെന്ന് ചോദിച്ചാൽ ബയോളജി ഉണ്ടോ എങ്കിൽ അതാണ് ശരി എന്നുള്ളതാണ്. ഐസൂട്ടിയുടെ വാദപ്രകാരം ഐസൂട്ടി ക്ലെയിം ചെയ്യുന്നത് ഹോമോസെക്ഷുവാലിറ്റി അത് ബയോളജിക്കലാണെന്നാണ്. അതുകൊണ്ട് അവർ ബയോളജിക്കലി അങ്ങനെയാണ്, അതുകൊണ്ട് അങ്ങനെ ആവാം. വേറെ ചില ആളുകൾക്ക് ബയോളജിക്കലി വേറെ ചില ആഗ്രഹങ്ങളുണ്ട്, അതൊക്കെ ആവാം. എന്നാൽ നമ്മൾ പറയുന്നത് അങ്ങനെയല്ല, മറിച്ച് ബയോളജിക്കലി നിങ്ങൾക്ക് എന്തൊക്കെ തന്നെ ഉണ്ടെങ്കിലും അതിനൊക്കെ അപ്പുറത്ത് ചില അതിർവരമ്പുകളുണ്ട്. എന്ത് ചെയ്യാൻ പാടുണ്ട്, എന്ത് ചെയ്യാൻ പാടില്ല, എന്താണ് ശരി, എന്താണ് തെറ്റ്, ഇതിനാണ് നമ്മൾ ധാർമ്മികത എന്ന് പറയാം. ഏതായാലും നിരീശ്വരവാദികൾ എതിർക്കാൻ വേണ്ടിയാണെങ്കിലും ശാസ്ത്രത്തെ എതിർക്കാൻ വേണ്ടിയാണെങ്കിലും ധാർമ്മികതയിലേക്കൊക്കെ വരുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇനി നമുക്ക് ആ ചർച്ച കുറച്ചും കൂടി ഒന്ന് തുടർന്ന് പോകണം എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. ഇവിടെ മൂത്രമൊഴിക്കാൻ വിട്ടുമ്പോൾ അത് എപ്പോൾ വേണം, എങ്ങനെ വേണം എന്നുള്ളതൊക്കെ തീരുമാനിക്കേണ്ടുന്ന ഒരു എഡ്യൂക്കേഷനും ഒരു കാഴ്ചപ്പാടും ഒരു ആൾക്ക് വേണം എന്നുള്ളതുപോലെ തന്നെ ഒരു സെക്ഷുവലായിട്ടുള്ള ഒരു തോട്ട് ഉണ്ടാകുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാഴ്ചകൾ ഉണ്ടാകുന്ന സമയത്ത് അതിലേക്ക് നോക്കാൻ പാടുണ്ടോ, അത് ചെയ്യാൻ പാടുണ്ടോ, അതിലേക്ക് കൂടുതൽ അടുക്കാൻ പാടുള്ളൂ എന്ന വിഷയത്തിലൊക്കെ കൃത്യമായ എഡ്യൂക്കേഷൻ വേണം. അതുകൊണ്ടാണ് ഇപ്പോൾ മതമൊക്കെ ഒന്നാമത്തെ ഒരു നോട്ടത്തിനപ്പുറത്തേക്ക് രണ്ടാമത്തെ ഒരു കാഴ്ചയോടുകൂടിയുള്ള നോട്ടം തന്നെ പാടില്ല, അതേപോലെ തന്നെ അനാവശ്യമായ ചിന്തകൾ പാടില്ല, അത് മനസ്സിൻ്റെ വ്യഭിചാരമാണ്, കണ്ണിൻ്റെ വ്യഭിചാരമാണെന്നൊക്കെ മതം പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഈ മതത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ എതിർക്കുക എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ എനിവേ പറഞ്ഞു വന്നത് ബയോളജിക്കലി അങ്ങനെയാണ് എന്നുള്ളതാണ് പറഞ്ഞത്. അതുകൊണ്ട് അത് ചെയ്യാമെന്നോ അത് ശരിയാണോ എന്നോ അല്ല പറയുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്താ വെച്ചാൽ, ഇതൊക്കെ പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ബയോളജിയൊക്കെ പറയുന്നത് അത് ശരിയാണെന്ന് പറയാൻ വേണ്ടിയിട്ടോ അതാണ് ചെയ്യേണ്ടത് എന്ന് പറയാൻ വേണ്ടിയിട്ടോ അല്ല. അങ്ങനെയുള്ള ആളുകളും സൊസൈറ്റിയിൽ ഉണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഒരു നഗ്നത കണ്ടാൽ അത് നോക്കുന്ന, അത് ആസ്വദിക്കുന്ന, അതിൽ നിന്നും സെക്ഷൽ പ്ലഷർ നേടുന്ന ഒരുപാട് ആളുകൾ ഉള്ള സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം, ആ റിയാലിറ്റിയെ ഉൾക്കൊണ്ടുകൊണ്ട് വേണം നമ്മൾ മറ്റ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും ചിന്തിക്കാനും അതിൻ്റെ നിലപാടുകൾ സ്വീകരിക്കാനും. വസ്ത്രധാരണത്തിൻ്റെ വിഷയത്തിലോ മറ്റു കാര്യങ്ങളിലൊക്കെ ഈ ഒരു റിയാലിറ്റി അവിടെ റെലവൻ്റ് ആണ് എന്ന് പറയാൻ വേണ്ടിയാണ് ശാസ്ത്രം പറയുന്നത്. ശാസ്ത്രം പറയുമ്പോൾ നിങ്ങൾക്ക് വല്ലാതെ ഡിസ്റ്റർബൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ശാസ്ത്രവിരുദ്ധരായിട്ട് എവിടെയെങ്കിലും സോഷ്യൽ മീഡിയയും ടെക്നോളജിയൊക്കെ ഒഴിവാക്കിയിട്ട് എവിടെയെങ്കിലും പോയി ഇരിക്കുക എന്നുള്ളതല്ലാതെ വേറെ ഒരു നിവൃത്തിയില്ല. ഇത് ശാസ്ത്രമാണ്. ശാസ്ത്രത്തെ വസ്തുനിഷ്ഠമായി എതിർക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എതിർക്കുക, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഏതെങ്കിലും രൂപത്തിൽ ഫ്രസ്ട്രേഷൻ കരഞ്ഞു തീർക്കലേ വഴി ഉണ്ടാവുള്ളൂ ഐസൂട്ടിയെ.